ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ പ്രണാമം. ഇന്ന് ഭഗവാന്റെ ഒരു അനുഗ്രഹത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത്, അദ്ദേഹം ഗാന്ധിനഗറിൽ വളരെ ഉന്നത അധികാര പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ ദേഹവിയോഗത്തെ തുടർന്ന് ആ പരേതാത്മാവിന്റെ അല്ലെങ്കിൽ ആ ജീവാത്മാവിന്റെ മോക്ഷപ്രാപ്തിക്കായിട്ട് ഈ അധിമാസത്തില് തിരുവോണ നക്ഷത്രത്തില് ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം പാരായണം ചെയ്യാനായിട്ടുള്ള ഒരു മഹാഭാഗ്യം എനിക്ക് ലഭിക്കുകയുണ്ടായി. നമ്മുടെ ഹിന്ദു സനാതന ധർമ്മത്തിലെ ഏകാദശ സ്കന്ധത്തിന് അതിമഹത്തായിട്ടുള്ള പ്രാധാന്യം. ഭഗവാന്റെ പരമ ഉപദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ശ്രീമദ് ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധം അത് ജീവന്റെ അനിത്യത്തെയും ആത്മാവിന്റെ നിത്യതയെയും ശക്തിയുടെ മഹിമയെയും നമ്മളെ ഓരോ ശ്ലോകങ്ങളിൽ കൂടിയും ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു സന്ദർഭത്തിൽ അവിടെ ഉള്ളവർക്കും അത്രയും നാള് അവരുടെ കൂടെ ഉണ്ടായിട്ട് അവരെ വിട്ടുപിരിഞ്ഞ ആ ജീവാത്മാവിനും വേണ്ടി ഇത്തരത്തിലൊരു പുണ്യകർമ്മം നിർവഹിക്കാൻ അതിന് നമ്മൾ പാത്രീഭൂതനായി എന്നുള്ളത് മുൻജന്മ സുഹൃതം അല്ലെങ്കിൽ ജീവിതത്തിന്റെ വലിയൊരു അനുഗ്രഹം എന്ന് മാത്രമേ നിരൂപിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ അവിടെ ചെന്നിരുന്ന് ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം നമ്മളാൽ കഴിയുന്ന രീതിയിൽ തെറ്റുകൂടാതെ വായിക്കാനായിട്ട് ശ്രമിച്ചു. പാരായണമെല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ എന്താ അദ്ദേഹം സുഹൃത്ത് തന്നെ അദ്ദേഹം ചോദിച്ചു, തിരുവേനി ഞാൻ അങ്ങേക്ക് എന്താണ് ദക്ഷിണ നൽകുന്നത് എന്ന് ചോദിച്ചു. ഓ സത്യത്തിൽ ഞാൻ അവിടെ ഒരു ഭാഗവത പാരായണക്കാരൻ എന്നുള്ള നിലയിൽ എന്തെങ്കിലും ദക്ഷിണ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ അല്ലെങ്കിൽ ദക്ഷിണയ്ക്ക് വേണ്ടിയിട്ട് ഒന്നുമല്ല ഞാൻ അവിടെ പോയിരുന്നു വായിച്ചത്. നമ്മുടെ സ്വന്തം കുടുംബത്തിലെ ഒരു അവസ്ഥ എന്ന രീതിയിലാണ് ഞാൻ അതിനെ കാണുകയും അതിനായിട്ട് അവിടെ ചെന്ന് പാരായണം ചെയ്യുകയും ചെയ്തത്. പിന്നെ അദ്ദേഹത്തിന്റെ ആ നിർബന്ധം, സ്നേഹപൂർണമായിട്ടുള്ള നിർബന്ധം, കാരണം തിരുമേനി ഇവിടെ വന്ന് വായിച്ചു, ഭാഗവതം ഏകാദശ സ്കന്ധം സമ്പൂർണമായിട്ട് വായിച്ചു. അപ്പോൾ ആ സന്ദർഭത്തിലെല്ലാം എനിക്ക് ബദ്രി വിശാലിന്റെ അടുത്തെത്തിയ ഒരു പ്രതീതിയാണ് ഉണ്ടായത്. അഹൽ ശ്രീ വേദവ്യാസന്റെ ഒരു സാന്നിധ്യം ഇവിടെ എനിക്ക് അനുഭവപ്പെട്ടു എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹം വളരെയധികം ആ സന്തോഷം പ്രകടിപ്പിച്ചു. ഞാൻ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്തോളൂ, എനിക്ക് ദക്ഷിണയായിട്ട് ഒരു 2 മാമ്പഴം, വൈശാഖ മാസം കൊടുക്കുകയായിരുന്നു, 2 മാമ്പഴം എനിക്ക് ദക്ഷിണയായിട്ട് തന്നാൽ മതിയിരുന്നു. സത്യത്തിൽ ഒരു ആവശ്യമായിരുന്നില്ല, എന്താണ് ഒരു പ്രതീകം. കാരണം നമുക്ക് നമ്മുടെ സേവനത്തിന് വില പറയാനോ ഭക്തിക്ക് പ്രതിഫലം ചോദിക്കാനോ ഒന്നും നമുക്ക് കഴിയില്ല. മനുഷ്യന്റെ ആ ആഗ്രഹങ്ങള് അല്ലെങ്കിൽ മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നമുക്ക് എങ്ങനെയാണ് കണക്ക് പറയാൻ പറ്റുക? പക്ഷെ അതിനെല്ലാം ഭഗവാന്റെ മുന്നിൽ വളരെ വലിയൊരു കണക്കായിരിക്കും ഉണ്ടാകുക. ഞാൻ പോകാൻ നേരത്ത് ആ പോകാൻ അവിടെ നിന്ന് തിരിച്ചു പോരുന്ന സമയത്ത് ഡ്രൈവറെ വിളിച്ചു. ഡ്രൈവർ വണ്ടിയായിട്ട് വന്നു.
ആ സമയത്ത് എനിക്ക് വളരെ അത്ഭുതം തോന്നി. കാരണം നമ്മൾ ചോദിക്കുന്നത് പലപ്പോഴും വളരെ ചെറിയ കാര്യങ്ങളായിരിക്കും. എന്നാൽ ഭഗവാൻ നമുക്ക് നൽകുന്നത് നമ്മളുടെ കണക്കുകൾക്കെല്ലാം അപ്പുറത്തുള്ള, അല്ലെങ്കിൽ വളരെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള അനുഗ്രഹങ്ങളായിരിക്കും ഭഗവാൻ പലപ്പോഴും നമുക്ക് നൽകുന്നത്. അപ്പൊ നാം ഭക്തിയോടുകൂടി ഭഗവാന്റെ മുമ്പിൽ ഒരു പൂവ് സമർപ്പിക്കുമ്പോൾ ഭഗവാൻ നമുക്ക് വേണ്ടിയിട്ട് ഒരു പൂന്തോട്ടം തന്നെ കാത്തു വച്ചിട്ടുണ്ടായിരിക്കും. നാം ഒരു വിളക്ക് തെളിയിക്കുമ്പോഴോ ഭഗവാൻ നമ്മുടെ ആ ജീവിതത്തിൽ പൂർണ്ണമായിട്ടുള്ള വെളിച്ചം പകർന്നത്. ഇവിടെ ഞാൻ 2 മാമ്പഴം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാൻ എനിക്ക് തന്നത് ഒരു പെട്ടി നിറയെ മാമ്പഴമാണ്. അതോ ആ അവിടുത്തെ ആ കുട്ടികൾ, അത് വളരെ കുട്ടികളാണ്. ശരിക്കും രാമകൃഷ്ണന്മാരെ പോലെ 2 കുട്ടികൾ. അവര് സ്വയം ആ മാമ്പഴം നിറച്ച പെട്ടി നല്ലപോലെ പാക്ക് ചെയ്ത് എന്റെ വണ്ടിയിൽ കൊണ്ടുവന്ന് വെച്ചു. കുട്ടികളുടെ പേര് സുദർശൻ എന്നും സത്യജിത്ത് എന്നുമാണ്. വളരെ മനോഹരമായിട്ടുള്ള പേര്. ബസിന്റെ കമേഴ്ഷ്യൽ സമയത്തെല്ലാം അവരെ 2 പേരെയും ചേർത്ത് പിടിച്ച് ജീവിതത്തിന്റെ നിത്യതയെയും അനിത്യതയെയും പറ്റിയെല്ലാം ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളെല്ലാം ഉരുവിട്ടുകൊണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ദൃശ്യമുണ്ടായിരുന്നു. ഏതൊരു ആളും അത് കണ്ടു കഴിയുമ്പോൾ ശരിക്കും അവിടെ ആർദ്രമാണ്. നീ സേവനം ചെയ്യുക, അതിന്റെ പ്രതിഫലം അത് ഞാൻ തീരുമാനിക്കും എന്ന് ഭഗവാൻ നമ്മളോട് പറയുന്ന രീതിയിലാണ് അന്നത്തെ ആ അനുഭവം ഉണ്ടായത്. അതിലെ ഓരോ പഴവും മാമ്പഴവും എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നത് സൂക്ഷിച്ച് ഓരോ ദിവസവും ഓരോ മാമ്പഴവും എടുത്ത് കഴിക്കുമ്പോൾ അതിന്റെ ആ മാധുര്യം അത് എത്ര വലുതാണ് എന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോ ഇത്തരത്തിൽ ഓരോ സന്ദർഭത്തിലും ഇപ്പൊ ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു നിസ്സാരമായിട്ടുള്ള 2 മാമ്പഴം അല്ലെങ്കിൽ കുറച്ച് മാമ്പഴം കിട്ടിയതിനാണോ ഇത്തരത്തിലുള്ള ഒരു അത്ഭുതം എന്ന് പറയുന്നത് എന്നൊക്കെ ചിന്തിക്കാം. ഏതൊന്നുമല്ല. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കും അതിനനുസരിച്ച് അദ്ദേഹത്തിൽ നിന്ന് മാനസികമായിട്ടുണ്ടായ ഓരോ അനുഭവങ്ങളും, അതാണ് നമ്മളെ ഇവിടെ ശരിക്കും ഭഗവാന്റെ അനുഗ്രഹമായിട്ട് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് 100% അതിനോട് ആത്മാർത്ഥത പുലർത്താനായിട്ട് ശ്രമിക്കുക. എപ്പോഴും ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ കൂടെ ഉണ്ടാകും. ഇതാണ് നമുക്ക് സ്വന്തം അനുഭവങ്ങളിൽ കൂടി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മളുടെ ജീവിതയാത്രയിൽ നമുക്ക് എപ്പോഴും വെളിച്ചം പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവേ സുഖിന സന്തു, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.